മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാലവർഷം കനത്ത സാഹചര്യത്തിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ കൃത്യസമയത്ത് നഗരസഭ ചെയ്തു തീർക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ രംഗത്തെത്തി. നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മണ്ണുകൾ ഗ്രൗണ്ടിൽ കുന്നുകൂടി കിടക്കുകയും ഗ്രൗണ്ടിന് ചുറ്റും വേണ്ട രീതിയിൽ ഡ്രൈനേജ് പണി പൂർത്തിയാക്കാത്തതിലും വെള്ളക്കെട്ട് നിലനിൽക്കുകയാണെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ വെള്ളപ്പൊക്കവും ഈ വർഷവും ആവർത്തിക്കുമെന്ന ആശങ്കയും ഇവർ പങ്കുവെക്കുന്നു. കഴിഞ്ഞ വർഷം അനുഭവിച്ച ദുരന്തം ഈ വർഷവും ഉണ്ടാകാതിരിക്കുവാനും ആശങ്ക അകറ്റുവാനും നഗരസഭാ അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികളായ G. ഹരിദാസ്, അനു സെബാസ്റ്റ്യൻ, KH സിദ്ദിഖ് എന്നിവർ ആവശ്യപ്പെട്ടു. ഈ ഗ്രൗണ്ട് കഴിഞ്ഞ വർഷത്തിൽ പെട്ടെന്ന് കൊണ്ട് കുറേ മണ്ണടിക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പുതുതായിട്ട് ഗ്രൗണ്ട് ഉണ്ടാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഇതിനെ എതിർത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ മണ്ണടിച്ച് ഇതുപോലെ കൂട്ടിക്കഴിഞ്ഞാൽ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കാലവർഷം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ വീടുകളിലേക്കും വെള്ളം കയറുകയും ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം തന്നെ ഉണ്ടായതാണ്. അതിൻ്റെ പുറകെ അന്ന് ഞങ്ങൾ നഗരസഭ ഇതുകൊണ്ട് മണ്ണടിച്ചപ്പോൾ ഞങ്ങൾ ഇതിനെ എതിർത്താണ്. ആ എതിർത്തതിൽ എല്ലാവരും അവർ പറഞ്ഞു ഇതൊന്നും വിഷയങ്ങളല്ല. നഗരസഭാ ചെയർമാൻ വന്ന് നമ്മളോട് പറഞ്ഞു ഇവിടെ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവരെ എല്ലാവരും മാറ്റിക്കോളാം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ മുഴുവൻ ഇന്ന് ഈ ഗ്രൗണ്ടിൻ്റെ അവസ്ഥകൾ നിങ്ങൾ നോക്കിയേ, ഈ അവസ്ഥയിലാണ് ഇന്ന് ഈ ഗ്രൗണ്ട് കിടക്കുന്നത്. ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഗ്രൗണ്ട് എത്ര വർഷക്കാലം കൊണ്ട് ഈ ഗ്രൗണ്ടായി മാറുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നമുക്ക് ഇതൊന്നുമല്ല മെയിൻ കേസ്. ഇന്ന് 2 ദിവസത്തെ മഴ പെയ്തപ്പോൾ തന്നെ ഈ ഗ്രൗണ്ടിൽ ഇവിടെ എല്ലാം വെള്ളം കയറി തൊട്ടടുത്ത് ഇവിടെ ആർക്കും നടക്കാനോ ഈ റോഡിലൂടെ പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഇതൊരു 4 ദിവസം കൂടെ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? 2018 നമുക്ക് വെള്ളപ്പൊക്കമുണ്ടായി. ആ സമയത്തിൽ ഗ്രൗണ്ട് നിറഞ്ഞു പൊങ്ങി, പുഴ വഴിമാറി ഒഴുകി. ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം അത് 10 വർഷം മുമ്പ് നമുക്ക് 22 സെൻറ്റിമീറ്റർ മഴ പെയ്തപ്പോൾ ഈ ഗ്രൗണ്ടും ഡിവൈനും ആ ഭാഗങ്ങളെല്ലാം വെള്ളത്തിൽ പൊങ്ങി. എനിക്ക് 10 വയസ്സുള്ള കാലത്ത് ഞാനിതെല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പം അന്നേ പറഞ്ഞു നമുക്ക് ഈ പുഴയിൽ മണ്ണെടുക്കാണ്ട് ഒരിക്കലും ഈ വെള്ളം മാറിപ്പോവില്ല. കുമ്മായച്ചള അത് 60 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അശാസ്ത്രീയമായ അതിൻ്റെ താഴെയുള്ള ഗ്രില്ലുകൾ എല്ലാം മരങ്ങൾ വന്ന് അടിഞ്ഞുകൊണ്ട് എല്ലാം തടസ്സങ്ങളായി. ഇതെല്ലാം ഈ പുഴ വഴിമാറി ഒഴുകി ഗ്രൗണ്ടിലേക്കും എല്ലാ വീടുകളിലേക്കും വെള്ളം കയറി. ഇതെല്ലാം അന്ന് മനുഷ്യനിർമ്മിതമായിരുന്നു. അന്ന് ഡാം തുറന്നു വിട്ടു. ഇതൊക്കെയാണ് അവർ കാരണങ്ങൾ പറയുന്നത്. എന്നിരുന്നാലും ഈ നഗരസഭയോ ഈ പ്രദേശസഭ സ്ഥാപനങ്ങളോ ഒന്നും ചെയ്തില്ല. ഈ പുഴയിൽ 50 വർഷമേ അടിഞ്ഞ മണ്ണ് ഇതെടുക്കാൻ ഇവർ ഒരു താല്പര്യം പ്രകടിപ്പിച്ചില്ല. കുറേ കരാറ് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും ആ മണ്ണ് മാറ്റം ചെയ്തിട്ടില്ല. മിനിമം 6 അടി എങ്കിലും മണ്ണ് നീക്കം ചെയ്യാതെ ഈ വെള്ളം ഒഴുകി പോവില്ല. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.